ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പരസ്പരം പഴിചാരിയും തമ്മിലടിച്ചും കോൺഗ്രസ്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം സ്ഥാനാർത്ഥിക്കും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും മേൽ കെട്ടിവെക്കുകയാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസിനെ തെരഞ്ഞെടുത്തതിൽ തെറ്റുപറ്റിയെന്ന് സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്കും വിമർശനമുണ്ട്. വാർഡ് മെമ്പറെ മത്സരിപ്പിച്ച് BJP ഉണ്ടാക്കിയ നേട്ടം പോലും രമ്യയ്ക്ക് ഉണ്ടാക്കാനായില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നേടിയതിനേക്കാളും വോട്ട് കുറഞ്ഞുവെന്നും വിമർശനം ഉയർന്നു വരുന്നതാണ്. രമ്യ ഹരിദാസിന്റെ ശൈലിയോട് കടുത്ത എതിർപ്പുള്ളവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ മണ്ഡലത്തിൽ രമ്യക്കെതിരായ വികാരം ഉണ്ടായിരുന്നുവെന്നാണ് നേതൃത്വവും പ്രവർത്തകരും ഇപ്പോൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് 18 സീറ്റും നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ പരാജയപ്പെട്ടത് MP ആയിരുന്നപ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കാത്തത് കൊണ്ടാണെന്നും ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം അത് മനസ്സിലാക്കിയാകണമായിരുന്നു എന്നും ഇവർ ആരോപിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ തുളസിയുടേതടക്കമുള്ള പേരുകൾ പരിഗണിച്ചിരുന്നു. തുളസിയായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും കഴിഞ്ഞേനെ എന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പരസ്യമായി തന്നെ ഉയർത്തുന്ന വാദം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരാളെ തന്നെ നിർത്തിയത് ശരിയായില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന നേതാവ് K മുരളീധരൻ പ്രതികരിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള വർക്ക് ചേലക്കരയിൽ നടന്നിട്ടും അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായിട്ടില്ല. മാത്രമല്ല BJPക്ക് വളർച്ചയും ഉണ്ടായി. ചേലക്കരയിലെ റിസൾട്ട് ഒരു വാണിംഗ് ആണെന്നും മുരളീധരൻ പറയുകയാണ്. സംസ്ഥാന തലത്തിലുള്ള മറ്റു പല നേതാക്കളും രമ്യ വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. ഉടൻ നടക്കാനിരിക്കുന്ന KPCC നിർവാഹക സമിതി യോഗത്തിലടക്കം ഈ വിമർശനം ഉയർത്താനാണ് തീരുമാനം. നേതൃത്വത്തിൽ മാത്രമല്ല പ്രവർത്തകർക്കും അണികൾക്കുമിടയിലും സ്ഥാനാർത്ഥിക്കെതിരെയും രമ്യ സ്ഥാനാർത്ഥിയാകണമെന്ന് കടുംപിടുത്തം പിടിച്ച സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രോഷം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു വാങ്ങിയ അടി എന്നായിരുന്നു ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ വിമർശനം. KPCCക്കും DCCക്കും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്കും എല്ലാം തെറ്റുപറ്റി എന്ന നിലയിലാണ് ഗ്രൂപ്പിൽ ചർച്ചകൾ നടക്കുന്നത്. നേതൃത്വം കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ എടുക്കണം. 5 വർഷം മാത്രം പരിചയമുള്ള രമ്യയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അത് തന്നെയാണ് ആലത്തൂരിലെയും ചേലക്കരയിലെയും തോൽവിയിലേക്ക് നയിച്ചത് എന്നും പ്രവർത്തകർ പറയുകയാണ്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.